കാരണം ഇവര് വീട്ടിലൊക്കെ പഠിക്കുന്ന രീതികളാണല്ലോ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. വീട്ടിലെ ഉമ്മായും പാപ്പായും സഹോദരങ്ങളോടും ഒക്കെ ഇവരെങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് പുറത്തുള്ള സ്ത്രീകളോടും സമൂഹത്തോടും ഒക്കെ ഇവർക്ക് പെരുമാറാൻ സാധിക്കുക. നിൽക്കട്ടെ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നമ്മളോട് പറഞ്ഞു വെക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം സിനിമാ നടിമാര് മലയാളികളൊക്കെ ഇന്ത്യയുടെ നാണം കെട്ട രീതിയായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണമായിരുന്നു എന്നുകൂടി പറഞ്ഞ അവളെയൊക്കെ തൂക്കിയെടുത്തിട്ട് അതിർത്തിയുടെ അവിടെ കൊണ്ടു നിർത്തണമെന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ ആ ന്യായമാണ് പറയുക കേട്ടോ. ഇരിക്കട്ടെ. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാന് വലിയ രൂപത്തിൽ ഒരു തിരിച്ചടി നൽകി. ഇതിന് പിന്നാലെ ടെന്നീസ് താരം സാനിയ മിർസയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാൻകാരനായ ഷൊഐബ് മാലിക്കിനെയാണ് വിവാഹം കഴിച്ചിരുന്നത്. അവർ ഡിവോഴ്സ് ആയിട്ടുണ്ട്. ഒരു ചെറിയ മോളുണ്ട് അവർക്ക്. മാധ്യമപ്രവർത്തകയായ ഫയെ ഡിസൂസയുടെ ഒരു പോസ്റ്റാണ് സാനിയ മിർസ പങ്കുവച്ചിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയുടെ നേതൃത്വത്തിൽ കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ലോകത്തോട് വിവരിച്ചിരിക്കുന്നു. ഇതിന്റെ ചിത്രമടങ്ങിയ ഒരു കുറിപ്പാണ് ഫയെ ഡിസൂസയും സാനിയ മിർസയും പങ്കുവച്ചിരിക്കുന്നത്. മിസ്രിയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും സംയുക്തമായി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ചിത്രത്തിൽ ഈ ശക്തമായ ഫോട്ടോയിലെ സന്ദേശം ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ ആരാണ് എന്ന് കൃത്യമായി പകർത്തുന്നു. ഇതാണ് ഡിസൂസയുടെ കുറിപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു സ്ത്രീയും 25 പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത്. ഈ ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ആദരവിന്റെ സൂചകമായിട്ടാണ് ഈ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സ്ത്രീകൾ ശക്തരാണ് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് 2 ഉന്നത സൈനിക ഓഫീസർമാരെ തന്നെ നയിച്ച് വാർത്താ സമ്മേളനം നടത്തിയതും യുദ്ധവിമാനം പറത്താനും സിന്ദൂരമിട്ട പെണ്ണ് തന്നെ മതി, തട്ടം വലിച്ചെറിഞ്ഞ പെണ്ണു മതി എന്ന് തീരുമാനിച്ചതും അതുകൊണ്ടാണ്. എത്ര കരുതലോടുകൂടിയാണ് മനുഷ്യൻ പെരുമാറുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെത്തണം, ചിന്തയെത്തണം, അഭിപ്രായങ്ങൾ എത്തണം. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടിരിക്കുന്നത് 29 പേരുടെ പ്രതീകങ്ങളാണ്. സ്ത്രീകള് പേടിച്ചരണ്ട് തല്ലുകൊള്ളേണ്ടുന്ന യന്ത്രമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ചെണ്ടയും മദ്ദളവും ഒന്നുമല്ല പെണ്ണ്. ആണിന് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക ഈ രാജ്യത്തിനു വേണ്ടി, സ്വന്തത്തിനു വേണ്ടി, അതെല്ലാം ചെയ്യാൻ ഒരു സ്ത്രീക്കും കഴിയും എന്ന് നരേന്ദ്രമോദി എന്ന നാരീശക്തി രാജ്യത്തിന് തെളിയിച്ചു കൊടുത്ത പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുകയാണ്. പ്രസിഡന്റായി കൊണ്ടുവന്നത് പോലും കണ്ടില്ലേ നമ്മുടെ ദ്രൗപദി മുർമു. അതെ, PT ഉഷയ്ക്ക് ഇതുവരെ ഈ രാജ്യത്തിനു വേണ്ടി ഓടിയിട്ട് എന്ത് നേട്ടമാണ് കിട്ടിയത്? പൊക്കിയെടുത്ത് കൊണ്ടുവന്ന അധികാര കസേരയിൽ കൊണ്ടുവന്നിരുത്തി കേന്ദ്രത്തിൽ. അതാണ് എല്ലാവർക്കും അംഗീകാരത്തിന് അർഹതയുള്ള ഒരാൾ പോലും അവഗണിക്കപ്പെടരുത്. അതാണ് അദ്ദേഹത്തിന്റെ ആശയം. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷൊഐബ് മാലിക്കിന്റെ മുൻ ഭാര്യ എന്ന നിലയിൽ സാനിയ മിർസയുടെ കുറിപ്പ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറെ ശ്രദ്ധേയമാണ്. ചില കീടങ്ങളായിട്ടുള്ള സിനിമാ താരങ്ങൾ, അതുപോലെ ആക്ടിവിസ്റ്റുകൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകളൊക്കെ പറയുന്നത് പോലെ അയ്യോ ഇന്ത്യ ചെയ്തത് വലിയ അപരാധമായി പോയി എന്നല്ല സാനിയ മിർസ പറയുന്നത്. 3 സ്ത്രീകളെ പ്രതീകങ്ങളാക്കി ആ സിന്ദൂരം മായ്ച്ച നടപടിക്കെതിരെ ശക്തമായി വാളോങ്ങാൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2010 സാനിയ മിർസയെ ഷൊഐബ് മാലിക് കല്യാണം കഴിക്കുന്നത്. ഷൊഐബിന്റെയും 2ാം വിവാഹം തന്നെയായിരുന്നു. ആദ്യ ഭാര്യയായിട്ടുള്ള ഐഷ സിദ്ദീഖ്, അവരിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടാണ് സാനിയ മിർസയെ ജീവിത സഖിയാക്കിയത്. പിന്നെ 2018 ഏതാണ്ട് 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിലാണ് ഒരു മകനാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, മകനാണ്, ജനിക്കുന്നു. ദുബൈയിലായിരുന്നു ഒരു താമസം. പിന്നെ 2018 അവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 2023 വേർപിരിയുന്നു. 2018 കുട്ടി ജനിക്കുന്നു. അങ്ങനെ എങ്ങാണ്ടാണ് അത്. 2010, 2018, 2023 മൂന്നും സാനിയ മിർസയുമായിട്ട് ബന്ധപ്പെട്ട വലിയ രൂപത്തിൽ ഉള്ള വർഷങ്ങളാണ്. ശരി, പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം സാനിയ മിർസയുടെ ഈ സാഹചര്യത്തിലെ കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ് എന്നത് തന്നെയാണ്.
പക്ഷെ ചില ആളുകൾക്ക് എത്ര തന്നെ പറഞ്ഞിട്ടും ഇന്ത്യയുടെ ക്രൂരതയുടെ മുഖമാണ് പുറത്തു വരുന്നത് എന്നാണ് വേറൊരു കീടം പറഞ്ഞത്. ഒരു സിനിമാ നടിക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പാകിസ്ഥാന്റെ 9ഓളം ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ അവിടെ തന്തയാ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അവളുടെ മോങ്ങല് കണ്ടിട്ട്. അല്ല, അവൾ ഇങ്ങനെ കരയാനും വേണ്ടി ആരാണ് അതിനകത്തുണ്ടായിരുന്നത്? ഇവൾക്ക് വേണ്ടപ്പെട്ട ആള്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവൾ ഇങ്ങനെ നിലവിളിക്കുന്നത്. ഇന്ത്യയുടെ നാണം കെട്ട രീതിയാണെന്ന്. ഇവള് പിന്നീട് ഇന്ത്യയിൽ ഇരിക്കാൻ അർഹതയുള്ളവരാണോ? മലയാളികൾക്ക് തന്നെ മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു ടൈപ്പല്ലേ ഈ പെണ്ണ്. ഇതാണ് ആ സാധനം. എന്തോ അവള് വലിയ സംഭവമാണ്. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ കീടമൊക്കെ ഒരു സിനിമയ്ക്കകത്ത് ഒന്നോ രണ്ടോ തവണയൊന്ന് മുഖം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവളൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന് ഇവളൊക്കെ തന്നെ അങ്ങ് വിചാരിക്കുവാണ്. ഇവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു, മാധ്യമങ്ങൾ ഇവളുടെ ഫോട്ടോ വെച്ചിട്ട് വാർത്ത കൊടുക്കുന്നു. അയ്യോ, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിൽ ഞാൻ സംസാരിച്ചാൽ മാത്രമേ ഞാൻ വൈറലാകൂ എന്ന് ഇവളങ്ങ് തീരുമാനിച്ചതായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകത്തുള്ള സകല മലയാളികളും, എന്തിനേറെ ഒരു പാകിസ്ഥാൻ യുവ യൂട്യൂബർ പോലും പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വർഷിക്കുന്ന ഒരൊറ്റ മിസൈലിനെ പോലും പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്ന് നാണം കെടുത്തുക ചെയ്തേ. നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് താറബേ എന്ന് യൂട്യൂബർമാര് പ്രാർത്ഥിക്കുക. വൈറലായിട്ടുണ്ട് അത്തരം വീഡിയോകളൊക്കെ. ആ സാഹചര്യത്തിൽ ഇവിടെ ഇരുന്ന് ഇതുപോലെയുള്ള കീടങ്ങള്, പാകിസ്ഥാനുണ്ടായ ഇത്തരം സന്തതികള് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുകയും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക. ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം ഓപ്പറേഷൻ സിന്ദൂറിനെ അവഹേളിച്ചുകൊണ്ടാണ് മലയാളി താരത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി. ടർബോ സിനിമയിലെ നടി ആമിന നിജാമാണ് ചോറിവിടെയും കൂറവിടെയുമായിട്ടുള്ള ഈ പ്രസ്താവന പങ്കുവച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ ക്രൂരതയുടെ മുഖമാണ് പുറത്തു വന്നതെന്നും മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ ഒരു കുട്ടി ഉൾപ്പെടെ പാവപ്പെട്ട സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുമായിരുന്നു ആമിനയുടെ സ്റ്റോറി. ഒരു പാകിസ്ഥാനി സ്ത്രീയുടെ പോസ്റ്റും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ മോളും പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ? ഈ ക്രൂരത നിറഞ്ഞ ഇന്ത്യയിൽ, ക്രൂരനായ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഭാരതത്തിൽ ഞങ്ങളെ പോലെയുള്ള ക്രൂരതയുള്ള അനേകം കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭാരതത്തിൽ നീ ഒരു വേസ്റ്റ് അല്ലേ കൊച്ചേ? എന്തിനാ കൊച്ചേ ഈ ക്രൂരതയുടെ മുഖമുള്ള ഇന്ത്യയിൽ നീ ജീവിക്കുന്നത്? പാസ്പോർട്ടൊക്കെ വലിച്ചു കീറി കള കൊച്ചേ, അതിനകത്തൊക്കെ ഇന്ത്യൻ എന്ന് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. നിനക്ക് എന്തിനാണ് കൊച്ചേ ആധാർ കാർഡും ID-യും റേഷൻ കാർഡും ഒക്കെ ഇന്ത്യയുടെ പേരില് ഒക്കെ എടുത്ത് കള കൊച്ചേ? ഇതെല്ലാം ക്രൂരതയുടെ പ്രതീകങ്ങളായിട്ട് തന്നെയല്ലേ നീ എവിടെ പോയാലും രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിനക്ക് നീ പാകിസ്ഥാനിൽ നിന്നും ID-കൾ വല്ലതും കിട്ടുമോ എന്ന് നോക്ക്. അതല്ലേ നിനക്ക് കുറച്ചുകൂടി നല്ലത്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യ പോസ്റ്റ് പുറത്തുവിട്ടു. അതിന് പിന്നാലെ ഇവള പോസ്റ്റ് മുക്കി. പക്ഷെ ഞങ്ങൾ മുക്കിയിട്ടില്ല. നിന്റെ ഉള്ളിലുള്ള പാകിസ്ഥാൻ പ്രേമം ലോകം അറിയണം. അറ്റ്ലീസ്റ്റ് മലയാളികളെങ്കിലും അറിയണം. ഏതോ പാകിസ്ഥാനി സോഷ്യൽ മീഡിയ താരം പങ്കുവച്ച വ്യാജ പോസ്റ്റാണ് ഇവൾ എടുത്തുകൊണ്ട് വരുന്നത്. പാകിസ്ഥാൻ പ്രേമം തലയ്ക്ക് പിടിച്ചത് കാരണം ഇവൾക്ക് സത്യമേതാണ് മിഥ്യ ഏതാണ്, ഞാൻ ജീവിക്കുന്നത് ഏത് രാജ്യത്താണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. കാരണം ഇവളുടെ ആ കമന്റ് ബോക്സിനകത്ത് മുഴുവനും ഇന്ത്യയുടെ പിതൃത്വം, ഇന്ത്യയുടെ പൗരത്വം ഏറിയിരിക്കുന്ന, ഇന്ത്യയോട് വല്ലാത്ത സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ, സ്നേഹമൊക്കെയുള്ള രാജ്യസ്നേഹികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പൊതിഞ്ഞു കമന്റ് ബോക്സിൽ. അതുകൊണ്ട് അവൾക്കത് മുക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. ഇട്ടും പോയി, ആളുകൾ അത് കണ്ടും പോയി, വിമർശിച്ചും പോയി. ഇനിയും രക്ഷയില്ലെന്നായി താത്താക്ക്. പുതിയ വാദവുമായിട്ട് ആള് വന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇവള് പുതിയ വാദവുമായിട്ട് വരുന്നതാ. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുമ്പോഴും നമ്മുടെ രാജ്യം കൊലപാതകം നടത്തിയതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഇവളെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണ്ടേ? ആയുധവും കൊടുത്ത് നിർത്ത്. ഇവള് രാജ്യത്തോട് യുദ്ധം ചെയ്യട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാനിക്ക് കൊണ്ടുപോയി ഇവള് തലവെച്ച് കൊടുക്കട്ടെ. യുദ്ധവും കൊലപാതകവും സമാധാനം കൊണ്ടുവരുന്നില്ല എന്ന്. ഞാൻ സ്വന്തം ജനങ്ങളുടെ ക്ഷേമത്തിനായി ചിന്തിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണെന്ന്.
അഹങ്കാരത്തിന് മുറിവേൽക്കുമ്പോൾ മാത്രം സംസാരിക്കുന്ന ആളല്ല എന്നുമായിരുന്നു ആമിനയുടെ പുതിയ പ്രതികരണം. ഞങ്ങൾ വിശ്വസിച്ചു. മലയാള സിനിമ ഈ നടിയെ ഓർത്ത് ലജ്ജിക്കണം. കുറച്ച് ദിവസത്തേക്ക് പാകിസ്ഥാനിലേക്ക് ഈ നടിയെ അയക്കണം. തിരിച്ചു വരികയാണെങ്കിൽ ബാക്കി അപ്പ ചോദിക്കാം. ഇതൊക്കെയായിരുന്നു ഇവരുടെ പോസ്റ്റിന്റെ താഴെ വന്ന ചില പ്രതികരണങ്ങൾ. പോസ്റ്റിന് താഴെ വിമർശനങ്ങളുടെ ഘോഷയാത്രയാണ് നിറയുന്നത്. മറ്റു ചിലർ പോസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊക്കെ എടുത്ത് കൃത്യമായിട്ട് അപ്പോൾ NIA-ക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള ആളുകളെ എന്തിനാണ് ഈ രാജ്യത്തിന്? നമ്മുടെ രാജ്യത്ത് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു യുദ്ധം വരുമ്പോൾ, നമ്മുടെ രാജ്യത്തെ അന്യരാജ്യം അയൽ രാജ്യം ആക്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഇത്തരം കീടങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷ ആവശ്യമുണ്ടാവും. ഇവർക്ക് വേണ്ടി കൂടിയല്ലേ ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നത്, ജീവനും ജീവിതവും സമർപ്പിക്കുന്നത്. ഇന്നും നമ്മളുടെ ഒരു ധീര യോദ്ധാവ് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാനിക്ക് വേണ്ടിയിട്ട് കൂടിയല്ലേ ഇത്? ഈ പാകിസ്ഥാന്റെ ജാരസന്തതിക്ക് വേണ്ടി കൂടിയല്ലേ ഇത്? ചോദിച്ചു പോകുന്നതാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഈ രാജ്യത്തെ മറ്റാരും എതിർക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് കേൾക്കാൻ. കാരണം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വേദന തന്നെയാണ്. നമുക്കത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകട്ടെ.